ലോകായുക്ത നിയമ ഭേദഗതിയിൽ സർക്കാരിന് ആശ്വാസം. ലോകായുക്തയുടെ വിധി പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന 2022 നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവെച്ചു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുടെ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. ലോകായുക്ത വിധികൾ പരിശോധിക്കാനും തള്ളാനും സർക്കാരിന് അധികാരം നൽകുന്ന നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, മരട് സ്വദേശി എൻ പ്രകാശ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ഫലം തിരിച്ചടി. ലോകായുക്ത എന്നത് ഒരു അന്വേഷണ സംവിധാനം മാത്രമാണെന്നും നിയമസഭ പാസാക്കിയ ഭേദഗതിയിൽ ഭരണഘടനാ വിരുദ്ധതയില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. എന്നാൽ ലോകായുക്ത വിധി പരിശോധിച്ച് അന്തിമ തീരുമാനം 90 ദിവസത്തിനകം എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. മന്ത്രിമാർക്കെതിരായ ലോകായുക്ത വിധിയിൽ മുഖ്യമന്ത്രിക്കും, മുഖ്യമന്ത്രിക്കെതിരായ വിധിയിൽ നിയമസഭയ്ക്കും, MLA-മാർക്കെതിരായ വിധിയിൽ സ്പീക്കർക്കും ഇനി അന്തിമ തീരുമാനമെടുക്കാം. ലോകായുക്ത പദവിയിലേക്ക് അംഗങ്ങളെ പരിഗണിക്കുന്നതിലെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഭാവിയിൽ നിയമസഭയ്ക്ക് പുനഃപരിശോധിക്കാനാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.